ഹലോ. ഈ സെഷനിൽ ഒരു അതിഥി കൂടിയുണ്ട് നമ്മുടെ കൂടെ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അവരെത്തട്ടെ. നാളത്തെ കേരളം എന്നുള്ളൊരു ടോപ്പിക്കിലാണ് ഇന്നിപ്പോൾ കേരള പിറവി ദിനത്തിൽ നമ്മുടെ പിറന്നാൾ ദിവസം ആ വിഷയം സംസാരിക്കുന്നതിൽ ഒരു രസമുണ്ട്. പിന്നെ ഈ ഹോർത്തൂസിൻ്റെ വേദിയിലേക്ക് വരിക എന്നുള്ള ഒരു നിയോഗം കേട്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്ര എങ്ങനെയൊക്കെയാണ്, എൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ട്രെയിനിലാണെങ്കിൽ എത്ര സമയം എടുക്കും, സാധാരണഗതിയിലുള്ള ട്രെയിനുകൾക്ക് എടുക്കാൻ സാധ്യതയുള്ള സമയം എത്രയാണ്, അതെവിടെയെങ്കിലൊക്കെ പിടിച്ചിട്ടാൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയം എത്രയാണ്. അപ്പോൾ നാളത്തെ കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ സമയം, വിലപ്പെട്ട സമയം, ഈ 2024 ഇത്ര സമയം നമ്മൾ യാത്രയ്ക്കൊക്കെ ചിലവഴിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ടൈം നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം തോന്നിയത്. അതിനർത്ഥം നാളെ നമുക്ക് ഇവിടെ വിവാദമായിട്ടുള്ള അതിവേഗ പാത പെട്ടെന്ന് വേണമെന്നോ ഒന്നുമല്ല, പക്ഷേ സ്വാഭാവികമായിട്ടും അതിലേക്കൊക്കെ നമുക്ക് സംസാരിച്ച് വരാം. ഞാൻ ആദ്യം ഇപ്പോൾ 3 പേര് ഒരുമിച്ചുണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ അത് സാധിക്കുന്നില്ല. ശ്രീ റഹീമിനോട് അതുപോലെ ശ്രീ ലിജുവിനോടും ചോദിക്കാൻ താല്പര്യപ്പെടും. നാളത്തെ കേരളം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കേരളത്തിൻ്റെ നാളത്തെ ശോഭനമായ ഭാവിയെക്കുറിച്ച് തോന്നിപ്പിക്കുന്ന ഒരു വിഷയം, അതായത് LDF-ന് UDF-ന് NDA-ക്കൊക്കെ കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക്, ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം, ഒരു പ്രോജക്റ്റ് സാധ്യമാണോ ശ്രീ റഹീം? ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യപ്പദാസ് പറഞ്ഞിടത്ത് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ആർക്കാണ് ഇത്ര ധൃതി എന്നത് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, എനിക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് പോകണം. 2:20 ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ വൈകുന്നേരം 5 മണിക്കേ ഉള്ളൂ, 5 മണിക്ക് ശേഷമേ ഉള്ളൂ. കണക്ടിവിറ്റി കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. വേറെ രസകരമായ കാര്യം, സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ കേരളയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പരിപാടിയിൽ നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന മാത്യു കുഴൽനാടനോട് പങ്കെടുത്തിട്ട് തിരിച്ചു പോകാമായിരുന്നു. മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് നിൽക്കേണ്ട ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. തിരുമേനി കാലം ചെയ്ത വിഷയമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ നിൽക്കണം. അപ്പോൾ ഇന്നത്തെ കേരളത്തിൽ അദ്ദേഹത്തിന് ഇവിടെ വന്നാൽ അന്ത്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ വിഭാവനം ചെയ്തിരുന്ന കേരളത്തിൽ, മാത്യു ഉൾപ്പെടെ തടസ്സപ്പെടുത്തിയ കേരളത്തിൽ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ടായിരുന്നുവെങ്കിൽ മാത്യുവിലൂടെ പങ്കെടുത്തിട്ട് തൊട്ടടുത്ത ട്രെയിനിൽ തിരിച്ചു പോകായിരുന്നു, ലൈക്ക് എ മെട്രോ. അതായത് നിങ്ങൾ വിഭാവനം ചെയ്ത റെയിൽ പാതയാണോ, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ മറ്റൊരു ഗതാഗത സംവിധാനമാണോ? ഏതാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം സമയം നമ്മൾ യാത്ര ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. ഇതല്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കൊണ്ടുവന്നാൽ മതി. കണക്ടിവിറ്റിയാണ് പ്രശ്നം. ഇപ്പോൾ കണക്ടിവിറ്റിക്ക്, റെയിൽവേക്ക് സ്വന്തം നിലയിൽ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താൻ റെയിൽവേ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പുതിയ ഇത്തരം മാതൃകകൾ വരണമെന്ന് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ അത്തരത്തിലൊരു മോഡൽ മുമ്പോട്ട് വെച്ചത്. ഇതല്ലെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മോഡൽ ഞങ്ങൾക്ക് മതി. ഇവിടെ കണക്ടിവിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആർക്കാണ് ധൃതി എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ഈ ഏറ്റവും കുറഞ്ഞത് മാത്യു കുഴൽനാടന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതും, എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് പാലക്കാട്ടേക്ക് പോകാൻ ധൃതി പിടിച്ച് പരിപാടി നടത്തേണ്ടി ശ്രീമതി ശോഭ വരുന്നതിന് പരിപാടി തുടങ്ങിയത് തന്നെ എൻ്റെ കൂടി ധൃതി കണക്കിലെടുത്താണ്. അതിൻ്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമായി തന്നെ ഈ വേദിയിൽ തന്നെ അതിന് സാക്ഷ്യമുണ്ടെന്ന് പറയാം. ഹോർത്തൂസ് വേദിയുമായി ബന്ധപ്പെടുത്തി 2 കാര്യങ്ങളെയാണ് ഇപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സമയം എന്നുള്ളത് പല കാര്യങ്ങൾ തിരക്കുള്ള ഒരു പ്രൊഫഷണൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഏതെങ്കിലും യാത്രയിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റിയാൽ നമുക്ക് വായിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കും പറ്റുമല്ലോ. ആ ഒരു തോട്ടിലാണ്. പക്ഷേ എനിക്കറിയാമായിരുന്നു ശ്രീ റഹീം അതിനെ നിശ്ചയമായിട്ടും ആദ്യത്തെ റൗണ്ടിൽ തന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അപ്പോൾ എൻ്റെ ഒരു സംശയം, അങ്ങനെ ഒരു ഒരൊറ്റ പ്രോജക്റ്റ് ഉണ്ടോ? ശ്രീമതി ശോഭ, നമ്മൾ സംസാരിച്ചു തുടങ്ങിയ വിഷയം എന്ന് പറയുന്നത് നാളത്തെ കേരളമാണല്ലോ. അപ്പോൾ നാളത്തെ കേരളത്തിൻ്റെ ഒരു ശോഭനമായ ഭാവിക്ക് വേണ്ടി പറയുന്ന ഒരു പ്രോജക്റ്റ് ആവട്ടെ, ഒരു ആശയമാവട്ടെ, LDF-ഉം UDF-ഉം NDA-ഒക്കെ കേരളത്തിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ റെഡി എന്ന് ഒരുമിച്ച് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷേ ശ്രീ ലിജു, അപ്പോൾ അത് സാധ്യമാകുമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ? ഇപ്പോൾ ശ്രീ ലിജു ഓഫ് കോഴ്സ് നമ്മൾ ഈ വേദിയിലിരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ശ്രീ മാത്യു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിരാശയില്ല. ശ്രീ റഹീം അത് വേറെ കോണ്ടെക്സ്റ്റ് പറഞ്ഞാണ്. അപ്പോൾ പറയൂ, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടോ? ഇത് മാത്രമല്ല, ശ്രീ റഹീമിന് ഒരു മറുപടി കൊടുത്തു പോകണം. അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ യാത്ര, ഇവിടെ വരാനുള്ള യാത്ര പോലും അത് നടന്നിരുന്നെങ്കിൽ കുറേ കൂടെ വേഗത്തിലായനെന്നാണ് ശ്രീ റഹീമിൻ്റെ പോയിന്റ്. ഞാൻ റഹീമിൻ്റെ ഒരു കുറച്ചുകൂടെ ചേർത്ത് പിടിക്കാം മൈക്ക്, കുറച്ചുകൂടെ മൈക്ക് ചേർത്ത് വെച്ചാൽ. ഒന്ന്, അയ്യപ്പദാസ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സമയം എന്നൊരു വിഷയമാണ് എടുത്തിട്ടത്. അപ്പോൾ കേരളത്തിൻ്റെ കണക്ടിവിറ്റി ആദ്യം അതാണല്ലോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നമ്മളൊരു നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലാദ്യം ഉണ്ടാവേണ്ടത് കൺസെൻസസാണ്. അപ്പോൾ നമ്മൾ ഭരണകൂടങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, ജനാധിപത്യ സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സമവായത്തിലെത്തണം. അതാണ് ഭരണകൂടത്തിൻ്റെ മിടുക്ക്. പക്ഷേ നമ്മളൊരു ഏകാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ജനാധിപത്യ മൂല്യങ്ങളില്ലാത്തൊരു സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുത്താൽ മതി. അത് ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിൻ്റെ ശരി
അതാണ് ശരി, ജനത്തിൻ്റെ തീരുമാനം അതായിരിക്കും. പക്ഷെ നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് കൺസെൻസസ് ആവണം. ഇപ്പോൾ കേരളിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കേരളിനെ സംബന്ധിച്ച് നിരവധി എതിരഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി, ജോഗ്രഫിക് ലൊക്കേഷൻ, തീരദേശവുമായിട്ട് ഏറ്റവും വലിയ തീരദേശമുള്ളൊരു കാര്യം, പശ്ചിമഘട്ടവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ നദികളും മറ്റ് ജലാശയങ്ങളുമുള്ളൊരു സ്ഥലം. അപ്പോൾ സ്വാഭാവികമായും കേരള പോലൊരു ഗതാഗത സംവിധാനം വന്നു കഴിയുമ്പോൾ കേരളത്തിൻ്റെ ജനസാന്ദ്രത കൂടി കണക്കിലെടുക്കുമ്പോൾ നിരവധി എതിരഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഭരണകൂടം അവിടെ ചെയ്യേണ്ടത് എന്താ? കൺസെൻസസ് ബിൽഡ് ചെയ്യണം, ചർച്ച ചെയ്യണം, എങ്ങനെ പ്രശ്നങ്ങൾക്ക് ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാകാതിരിക്കും. അതാണ് ആ കൺസെൻസസ് ബിൽഡിംഗ് ഇല്ലായ്മയാണ് ആ വിഷയത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഭാവി പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറേണ്ടത് ഞാൻ കരുതുന്നത് മനുഷ്യർക്കിടയിൽ കമ്മ്യൂണൽ ഹാർമണി നിലനിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളതിൽ ഭാവി കേരളത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാടിനെ നയിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഈ കൺസെൻസസ് ബിൽഡിങ്ങിൽ മുൻകൈ എടുക്കണം. അത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നതാകരുത്. മതത്തിൻ്റെ പേരിലോ സമൂഹങ്ങളുടെ പേരിലോ സമുദായങ്ങളുടെ പേരിലോ ഭിന്നിപ്പുണ്ടാകരുത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഭാവി കേരളത്തിൻ്റെ ആദ്യ ചൂണ്ടുപല. ആ പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് അതിലൊറ്റ സംശയം മാത്രമുള്ളത്, ഇപ്പോൾ ഈ കേരളയിൽ ആണെങ്കിൽ പോലും അതിലൊരു കൺസെൻസസ് ബിൽഡിങ്ങിൽ സർക്കാർ ശ്രമിച്ചോ എന്നൊരു ചോദ്യമാണ് അത് ഉന്നയിക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് സർക്കാർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഞങ്ങളും ഇങ്ങനെയാണ് ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ടൊരു കൺസെൻസസ് ബിൽഡിങ്ങിലേക്ക് കേരളത്തിൽ പ്രതിപക്ഷവും യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. ഒരു 2 വാചകത്തിൽ മറുപടി. അങ്ങനെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റ് പ്രോജക്റ്റുകളും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പക്ഷെ പ്രോജക്റ്റുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഭരണകൂടത്തിന് തന്നെയാണ് ഉത്തരവാദിത്വം. ചർച്ചയ്ക്ക് എനിക്ക് ഈ 2 പേരിൽ നിന്ന് എനിക്ക് എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചോദ്യം ഇതാണ്, കേരളത്തിൽ അങ്ങനെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നാളെക്കുറിച്ച് നമ്മളിപ്പോൾ കേരളപ്പിറവിയിലാണല്ലോ സംസാരിക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ കേരളയിൽ അഭിപ്രായ ഐക്യമില്ല എന്ന കാര്യത്തിൽ ഇനി ആർക്കും തർക്കമൊന്നും അല്ലെങ്കിലും ഇല്ല. പക്ഷേ വേറൊരു പ്രോജക്റ്റ് ആവട്ടെ നാളത്തെ കേരളത്തിന് എന്ന് പറഞ്ഞാൽ LDF, UDF, NDA കേരളത്തിൽ യെസ് ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് കേരളത്തിൽ സാധ്യതയുണ്ടോ? ഏതൊരു പ്രൊജക്റ്റിനും കേരളത്തിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന ഒരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് പദ്ധതി അടങ്കലിൻ്റെ തുക 30% വെട്ടിക്കുറച്ചു. അതിനുശേഷം വീണ്ടും പദ്ധതി അടങ്കലിൻ്റെ തുക 50% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നു എന്ന് പാവപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ തന്നെ സഹോദരീ സഹോദരന്മാർ വിലപിക്കുകയും നമുക്ക് എന്തുകൊണ്ട് കൊടുത്ത പൈസ വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു കേരളമാക്കി ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് ഒരു നയാ പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ നേടിയെടുക്കാനും കൂടുതൽ നേടിയെടുക്കാനും ആവശ്യമായിട്ടുള്ള സംവിധാനക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഭാവി കേരളത്തിലേക്ക് ഒരു ചൂണ്ടുപലകയായിട്ട് വെക്കണം എന്നുള്ളതാണ്. ഒപ്പം ഏതു പദ്ധതിയും എന്തുകൊണ്ട് എല്ലാ മേഖലകളിലും ലോകത്ത് എവിടെ ചെന്നാലും ലോകത്തിൻ്റെ നെറുകയിൽ നല്ല ശാസ്ത്രജ്ഞന്മാർ, നല്ല എഞ്ചിനീയർമാർ, നല്ല ഡോക്ടർമാർ, നല്ല നേഴ്സുമാർ എല്ലാം ലോകം മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് മലയാളി എവിടെയുമുണ്ടെങ്കിൽ ആ മലയാളിയുടെ ഏറ്റവും വലിയ വളരാനുള്ള ത്വരയും സേവന മനോഭാവവും അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുവെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കേരളത്തെ മാതൃകയാക്കി മാറ്റണമെന്ന് എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അത് തീർച്ചയായിട്ടും ചിന്തിക്കാമെന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം ഞാൻ വിട്ടു. ഇപ്പോൾ ശ്രീമതി ശോഭ സംസാരിച്ചു തുടങ്ങുന്നത് കേന്ദ്രവും കേരളവും തമ്മിൽ നിരന്തരമായി അത് രാഷ്ട്രീയ തർക്കം മാത്രമല്ല നിയമ പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ കടന്നിട്ടുള്ള ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനമാക്കുന്നത് സാമ്പത്തികമാണ്. ഇനി അതിലാണെങ്കിൽ പോലും നമുക്കൊരു കോൺസെൻസസ് സാധ്യമാണോ? കേരളത്തിൻ്റെ താല്പര്യത്തിൽ സാധ്യമാണോ? നമ്മൾ കാണുന്നത് എന്താണ്? കേന്ദ്രത്തിനെതിരെ സമരം അല്ലെങ്കിൽ നിയമ പോരാട്ടം, പ്രതിപക്ഷം കേന്ദ്രത്തെയും കേരളത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു സ്റ്റാൻഡ് എടുക്കുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള BJP എന്താ പറയുന്നത്? കേന്ദ്രം തരുന്നത് ഇവിടെ ചിലവാക്കുന്നില്ല എന്നിട്ടല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ കേരളത്തിൻ്റെ താല്പര്യം എന്താണ്? നമുക്ക് കൂടുതൽ വേണം. അപ്പോൾ അതിൽ ഈ ഒരു കൺസെൻസസ് ഇവിടെ സാധ്യമല്ലേ? നോക്കൂ, ഇപ്പോൾ കണക്കല്ലേ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ട് ആരോഗ്യ മേഖല കേരളത്തിൽ മാറുകയാണ്. എന്നാൽ ഭാരതത്തിൽ ആരോഗ്യ മേഖല വളരെ ഉയർന്ന നിലയിലാണ് കേരളത്തിലെ ജനങ്ങളുടെ എന്നാണല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞിട്ട് വേണം ആ സ്കാനിങ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്
കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ 3 ആൾ ഇവിടെ ഇരിക്കുന്നത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആകട്ടെ, നമ്മളൊന്ന് മാധ്യമ സുഹൃത്തുക്കളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൈസ പോക്കറ്റിലിട്ടുകൊണ്ട് ജീവിക്കാൻ വരുമാനമുള്ളവർക്കും അതുപോലെ തന്നെ ജോലി സാധ്യതയുള്ളവർക്കും മാത്രം ചികിത്സയിലൂടെ മുന്നോട്ട് പോവുകയും അവൻ്റെ മക്കളുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നാട് എന്നതിലുപരിയായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ പണം വരുന്നതിന്, ഞാൻ ഇതിനെ ഒരു തിരുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹെൽത്ത് ഗ്രാൻഡ് ആയിട്ട് 2021-22 521.43 കോടി. കണക്കുകളിലേക്ക് ഒരുപാട് പോകണ്ട. അല്ലല്ല പറയണ്ടേ, അതിൽ 50% താഴെ ചെലവാക്കുന്നു എന്നുള്ളതാണ്. 50% താഴെ ചെലവാക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ എക്സ്റേ എടുക്കാൻ, സ്കാനിങ് എടുക്കാൻ സാധിക്കാതെ, MRI സ്കാൻ എടുക്കാൻ സാധിക്കാതെ അവൻ അതിൻ്റെ ദുരിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അത്യാധുനിക ശേഷിയുള്ള മെഡിക്കൽ കോളേജുകളും അതിൻ്റെ സാഹചര്യങ്ങളും കേന്ദ്രം ഞങ്ങൾക്ക് തരണമെന്നും അത് വാങ്ങി ഉപയോഗിക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള ആരോഗ്യ മേഖലയുടെ ഒരു സുതാരീകരണം ഉണ്ടാകണമെന്നും എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതൊരു പ്രസക്തമാണ്. എനിക്ക് എൻ്റെ ഒരു സംശയം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ നോക്കൂ, കേരളത്തിൻ്റെ MP മാരുടെ യോഗം വിളിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ സംസാരിക്കാറുണ്ട്. ചില സമയത്തെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളാവാറുണ്ട്. UDF MP മാരൊന്നും പങ്കെടുക്കാറില്ലെന്ന് മുഖ്യമന്ത്രി LDF-നൊക്കെ വരാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് LDF-ൻ്റെയും UDF-ൻ്റെയും NDA-യുടെ ഒക്കെ ഒരു സംഘം ഒരു വിമാനം പിടിച്ച് ഡൽഹിക്ക് പോയി ഇതൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കേരളം നമ്മുടെ മുന്നിൽ സാധ്യമാണോ? അല്ല, ഒരുമിച്ച് വിമാനം പിടിച്ച് പോകേണ്ട കാര്യം എന്താണ്? ഇപ്പൊ റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യസഭയിൽ നിന്നല്ലേ റഹീം MP ആയിട്ടുള്ളത്, അതുപോലെ ലോക്സഭയിലെ MP മാരുണ്ടല്ലോ. എന്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട്? പക്ഷെ അതെങ്ങനെ ചോദിക്കാൻ പറ്റും? ചോദിക്കുമ്പോൾ തിരിച്ച് കണക്ക് ചോദിക്കുകയാണ്. അല്ല, വിമാനം പിടിച്ച് പോകണ്ട. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഇപ്പൊ LDF-ഉം UDF-ഉം BJP-യും പാർലമെന്റിലുണ്ട്. ഈ 3 പേരുടെയും പ്രതിനിധി സംഘമായിട്ട് ഒരു സംഘം റെയിൽവേ മന്ത്രിയുടെ മുന്നിലോ പ്രധാനമന്ത്രിയുടെ മുന്നിലോ പോകണം. അത് പറ്റുമോ? വാജ്പേയി ഉള്ള സമയത്ത് ഇവിടെ നിന്ന് ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ചുകൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ പോയിരുന്നുവെങ്കിൽ എത്രയോ തവണ കേരളത്തിലേക്ക് വരികയും ഇവിടുത്തെ യുവാക്കളെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും പ്രതിപക്ഷം കൂടുതൽ ഗൗരവതരമായിട്ട് ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പറയുന്ന ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് വർദ്ധിക്കണമെന്നും അതിൽ രാഷ്ട്രീയമില്ല എന്നും പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് എന്താ ശ്രീമാൻ റഹീമിനും ശ്രീ ലിജുവിനും എനിക്കും ഒന്നും പറ്റില്ല ഒരുമിച്ച്? അല്ല, അങ്ങനെ ഒരു ഇരിപ്പ് സാധ്യമാണോ ശ്രീ റഹീം? കാരണം നമ്മുടെ കുറേ മിഥ്യകൾ അവിടെ പൊളിഞ്ഞു പോകും. കേരളം അർഹിക്കുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ. കാരണം എന്താ, നമ്മൾ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോയവരാണ്, ആരോഗ്യ കാര്യത്തിൽ മുന്നോട്ട് പോയവരാണ്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് വേറെയാണ്. പക്ഷേ അതിനർഹിക്കുന്ന ഒന്നുണ്ടോ? നമ്മൾ നേടി മുന്നോട്ട് പോയതിൻ്റെ പേരിൽ പല ഘടകങ്ങളും നമ്മളിപ്പോൾ പിന്നിൽ സാമ്പത്തികമായിട്ടൊക്കെ ആവുന്ന സാഹചര്യം. നമ്മൾ നാളത്തെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊന്നല്ല, അത് അല്ലാണ്ട് മാറട്ടെ. LDF-ൻ്റെ UDF-ൻ്റെ NDA-യുടെ ഒക്കെ MP മാർ ഒരുമിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കിട്ടുന്ന മറുപടി എന്തോ ആയിക്കോട്ടെ. പക്ഷേ അത് കൊടുക്കുന്ന സിഗ്നൽ എന്താണ്? നമ്മളിപ്പോൾ AK ആൻ്റണിയാണ് അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. വികസനത്തിൽ രാഷ്ട്രീയം വേണ്ട, പക്ഷേ വികസനത്തിൽ ഇവിടെ രാഷ്ട്രീയമേ ഉള്ളൂ. അല്ല, പറയാം. ഞാൻ ഈ കൺസെൻസിൻ്റെ കാര്യം പറയാം. ഈ കേരളിൻ്റെ അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ കടമ്പ. കൺസെൻസിൽ തന്നെയാണ് നടപ്പിലാക്കുക. ഉദാഹരണം ഗെയിൽ പോലെ. ഗെയിൽ കൺസെൻസിലാണ് നടപ്പിലാക്കിയത്. വിഴിഞ്ഞം കലാപത്തിലേക്ക് നീങ്ങിയേക്കാം അല്ലെങ്കിൽ വെടിവെപ്പിൽ കലാശിച്ചേക്കാമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. കൺസെൻസിൽ തന്നെയാണ് പരിഹരിച്ചത്. നല്ല സ്റ്റേറ്റ്സ്മാൻഷിപ്പ് തന്നെയാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഞാൻ ആ തർക്കത്തിൻ്റെ അല്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് എപ്പോഴും തുടർച്ചയാണ്. ഞാനതിൻ്റെ തർക്കത്തിലേക്കല്ല പോകുന്നത്. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതികൾ എങ്ങനെയാണ് നമ്മുടെ വേഗതയെ, സമയത്തെ, ഭാവിക്ക് വേണ്ടി, ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി. അപ്പോൾ അതിൽ കൺസെൻസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൺസെൻസിന് ഞങ്ങൾ തയ്യാറാണ്. കൺസെൻസിന് സന്ദേശവും ശരിയാണ്. പക്ഷേ കൺസെൻസിലേക്ക് പോകണമെങ്കിൽ ആ പദ്ധതിക്ക് നിയമപരമായ അംഗീകാരം തരണമല്ലോ. പിന്നീടാണല്ലോ ഇംപ്ലിമെൻറ്റേഷൻ സമയത്താണല്ലോ കൺസെൻസ്. നമുക്കത് പരിശോധിക്കാം. പിന്നെ ഇവിടെ വരുന്നൊരു കാര്യം, ശ്രീമതി ശോഭ പറഞ്ഞ കണക്കുകൾ, ഒരുപാട് പേപ്പറുകളും കണക്കുകളായിട്ടാണ്. ഞാൻ പക്ഷേ ആ കണക്കുകളിന്മേൽ ഞാനിപ്പോൾ പ്രിപ്പയർഡ് അല്ല. ഞാൻ വളരെ ലളിതമായൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വയനാടിന് എന്താ ഒന്നും തരാത്തെ? മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആന്ധ്രയ്ക്ക് കൊടുത്തു, തെലങ്കാനയ്ക്ക് കൊടുത്തു. ഞാൻ വളരെ ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. ഞാൻ രാജ്യസഭയ്ക്കകത്ത് ഉന്നയിച്ച അതേ കാര്യം ഞാൻ ഈ ഇരിക്കുന്ന കോഴിക്കോടുകാരെ മലബാറിനെ സാക്ഷി നിർത്തി പറയുന്നു. ഈ മലബാർ റീജിയനിൽ മഴ അല്ലെങ്കിൽ അതിതീവ്ര മഴ, കാലാവസ്ഥയെ പ്രവചിക്കാൻ കഴിയുന്ന ആധുനിക ഡോപ്ലർ റഡാർ മലബാറിൽ ഒരെണ്ണം പോലും ഇല്ല. കേരളത്തിന് ആകെയുള്ളത് എവിടെയെന്ന് അറിയാമോ? ഒന്ന് കൊച്ചിയിലാണ്. അതൊരു പഴഞ്ചൻ സാധനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒന്ന് തിരുവനന്തപുരത്താണ്. അത് ISROയുടെ കസ്റ്റഡിയിലിരിക്കുന്ന സംഗതിയാണ്. അത് ഇത്തരം പർപ്പസിന് നമുക്ക് കിട്ടത്തില്ല. മുമ്പ് നമുക്ക് കാലാവസ്ഥ ഒരു പ്രശ്നമായിരുന്നില്ല. കാലാവസ്ഥ പ്രശ്നം ഓഖി, അതോടൊപ്പം തന്നെ തുടർച്ചയായ പ്രകൃതിയാഘാതവും വന്നതിന് ശേഷം 2013 മുതൽ തുടർച്ചയായി കേരളം ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് പ്രവചനത്തിന് കൃത്യമായ ഒരു സംഗതി വേണം.
ഞാൻ മലബാറിനാണല്ലോ ഓർത്തൂസ് കിടക്കുന്നത്. മലബാറിനെ സാക്ഷി നിർത്തി പറയുന്നത് നിങ്ങൾക്കറിയുമോ? ഈ മലബാർ റീജിയനിൽ ഒരൊറ്റ ഡോപ്ലർ റഡാറില്ല, ഒറ്റൊരെണ്ണം ഇല്ലാന്നേ. പിന്നെ എങ്ങനെയാണ് കാലാവസ്ഥ? ഇത് പാർലമെൻറ്റിനുള്ളിൽ പറഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട അമിത്ഷാ അതിന് മറുപടി പറയുന്നുണ്ടായിരുന്നു, ക്ഷുഭിതനായി മറുപടി പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വാദപ്രതിവാദങ്ങളുടെ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ പോകുന്നതോ അല്ലെങ്കിൽ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ കിട്ടുന്ന പണം ചിലവഴിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ആ വാദഗതിയോട് എനിക്ക് യോജിക്കാനാകില്ല. പക്ഷെ കണക്കിടില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കണക്കുകൾ വേഴ്സസ് കണക്കിലേക്ക് പോകുന്നില്ല. അല്ല ശോഭ, കണക്കെടുത്താൽ എനിക്ക് ആത്മവിശ്വാസം ഉണ്ട്. ഞാൻ അതിനെ ലളിതമായി ഇപ്പോൾ കയ്യില്ലാന്നേ ഉള്ളൂ. ലളിതമായൊരു കാര്യം മാത്രം ചോദിക്കുന്നു. വയനാട്, ഞാൻ ഈ പറഞ്ഞ ഡോപ്ലർ റഡാറിൻ്റെ കാര്യം, കേരളത്തിനോടുള്ള നിരവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ നിരവധി കാര്യങ്ങളുടെ കാര്യം, ഇതെല്ലാം പോട്ടെ, കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ ധനവിഭജനത്തിൻ്റെ ലഭിക്കുന്ന വിഭവത്തിൻ്റെ വിതരണത്തിൻ്റെ വലിയ അനീതിയില്ലേ? അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? നമ്മൾ നേടിയ സാമൂഹ്യമായ നേട്ടം, ഉയർന്ന വിദ്യാഭ്യാസം, കുടുംബാസൂത്രണത്തിൽ നമ്മളുണ്ടാക്കിയ മേന്മ, ആരോഗ്യരംഗത്തിൽ നമ്മളുണ്ടാക്കിയ മേന്മ, ഈ മേന്മകളെല്ലാം ഇന്ന് സ്കെയിലാക്കി അളവുകോലാക്കി നമുക്കെതിരായി പ്രയോഗിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഞാനത് രാഷ്ട്രീയ സംവാദത്തിനും വിവാദത്തിനും പറഞ്ഞതല്ല. ഈ വേദി മനോരമ ഉദ്ദേശിക്കുന്നത്, ഹോർത്തൂസിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റീവായി എങ്ങനെ കേരളത്തെക്കുറിച്ച്, ഭാവി കേരളത്തെക്കുറിച്ച് ഞാൻ അതിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒന്ന് രണ്ട് എന്താ പറയുക മൂർത്തമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നു എന്നുള്ളൂ. എൻ്റെ പ്രയോറിറ്റി അതല്ല. എന്ന് വെച്ചാൽ ശ്രീ ലിജു ആവട്ടെ, ശ്രീമതി ശോഭ ആവട്ടെ, ശ്രീ റഹീം ആവട്ടെ, ഇത് ഇനിയുള്ള വർഷങ്ങളിൽ കേരളത്തിലെ അധികാര രാഷ്ട്രീയം ആവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അധികാരം ഒക്കെ കൈയാളുന്ന, നയങ്ങൾ തീരുമാനിക്കുന്ന ഒരു ജനറേഷൻപ്പെട്ട ആളുകളാണ്. നിങ്ങളുടെ നയമാണ് യഥാർത്ഥത്തിൽ. ഞാൻ 2 പോയിന്റ് ഭാവിയെക്കുറിച്ച് എൻ്റെ ചില കൺസേൺസ് പറയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ ഗുരുതരമായ പ്രശ്നമാണ്. കേരളത്തിൽ ഭാവിയിൽ നമുക്കുണ്ടാകേണ്ട, എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു പ്രൊജക്റ്റ്, എൻ്റെ അഭിപ്രായം എല്ലാവർക്കും യോജിക്കാവുന്ന കാര്യം, കേരളത്തിലെ നിർമ്മാണ രീതികളിൽ കാര്യമായ മാറ്റം ഉണ്ടാകണം. നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോഴതില്ല. R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ശക്തിപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ മൈനിങ് നടത്താൻ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. മൈനിങ് വേണ്ടി വരും, പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യണം. എത്ര കാലം അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും? അപ്പോൾ അതിന് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഉചിതമായ വളരെ റീസണബിൾ പ്രൈസിലുള്ള പുതിയ നിർമ്മാണ രീതികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അതൊരു സസ്റ്റൈനബിൾ വേ ഓഫ് ഡെവലപ്മെൻ്റ് ആയിരിക്കണം. അതിനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇവിടെ ആരംഭിക്കണം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ, ശരി, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ ലിജു നമ്മുടെ നാട്ടിൽ ആദ്യം ഉണ്ടാവേണ്ട കൺസെൻസസ് അല്ലല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം മനുഷ്യർ മുഴുവൻ മനസ്സിൽ വിലപിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വയനാട്ടിലേക്ക് ചെല്ലുകയും അവിടുത്തെ ജനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം കേന്ദ്രം കൊടുത്ത വാക്ക് പാലിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് 800 കോടി രൂപ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തതിൻ്റെ കണക്ക് ചോദിച്ചിട്ട് അതിന് നമുക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കൊടുക്കുന്ന പണത്തിന്റെ കണക്ക് ആദ്യം കൊടുക്കണമെന്നുള്ളതാണ്. കാരണം ഞാൻ പറയട്ടെ, ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടും കണക്കിന്റെ കാര്യത്തിൽ കോമയും പൂജ്യവും ഇട്ടുകൊടുക്കാൻ സാധിക്കാത്ത ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ബാലഗോപാൽ സാർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. ഞാൻ പറയട്ടെ, അല്ലല്ല ഞാൻ പറയട്ടെ, ഈ ഭൂകമ്പ ഇന്ന് നാട്ടിലുണ്ടായിട്ടുള്ള 13 ദിവസം മുൻപ് കൊടുത്തിട്ടുള്ള അലർട്ട് പോലും വിശദമായി പരിശോധിക്കാനോ അത് മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് കൊടുക്കാനോ സാധിക്കാതെ ഓക്കി ദുരന്തമുണ്ടായ നാട്ടിലിരുന്നു കൊണ്ട് ദുരന്തം കണ്ടെത്തി പിടിക്കാൻ കേന്ദ്രത്തിന് സാധിക്കാത്തത് കൊണ്ട് അതിനൊരു സംവിധാനമില്ലാത്തതുകൊണ്ട് എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-മാർ എല്ലാവരും ചേർന്ന് എത്ര തവണ ആവശ്യപ്പെട്ടു? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതോ? ഏത് വർഷത്തിലാണ് ആവശ്യപ്പെട്ടത്? കോഴിക്കോട് ഇരുന്നു കൊണ്ട് ഹോർത്തൂസിൽ സംസാരിക്കുന്ന സമയത്തല്ലല്ലോ. നോക്കൂ ശ്രീമതി ശോഭ, ഇപ്പോൾ കൊടുത്ത 800 കോടിയുടെ കണക്കിന് ഞാൻ താങ്കളിലേക്ക് വരുന്നത് 800 കോടിയുടെ കണക്കിനെ കുറിച്ചൊക്കെ പറയാം. പക്ഷെ നമുക്കറിയാം ഒരു നാടാകെ തുടച്ചു മാറ്റപ്പെട്ടതാണ്. അതിന്റെ നഷ്ടം എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ആ പൈസയുടെ കണക്ക് എന്നത് ഒരു സാങ്കേതികത്വം അല്ലേ? അതിൽ കൂടുതലുള്ള പണം, ഒരു ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിന് വരെ 75,000 രൂപയുടെ പണം അനധികൃതമായിട്ട് എഴുതി കൊടുക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറാൻ പറ്റില്ല. വേറെ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവിടെ കോഴിക്കോടിലെയും വയനാട്ടിലെയും പ്രാതിനിധ്യം പ്രധാനപ്പെട്ട
താങ്കളെ അടുത്ത ഊഴത്തിൽ വരാം, അടുത്ത ഊഴത്തിൽ വരാം. അയ്യപ്പദാസ് മറുപടി പറയട്ടെ. ശരി, അല്ലെങ്കിൽ ഇത് താങ്കളുടെ രണ്ടാമത്തെ ഊഴമായിട്ട് കണക്കാക്കും. എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കൊണ്ട് ഇവിടെ ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് കേന്ദ്രമില്ലാത്തതുകൊണ്ടല്ല വയനാട് ഇത് സംഭവിച്ചത്. ഇവിടെ റെയിൽ, ഈ നേരത്തെ അതിവേഗ റെയിലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിവേഗ റെയിലിന് സുരക്ഷിതമല്ല കോഴിക്കോട് മുതൽ വയനാട് വരെയുള്ള പ്രദേശങ്ങളിലൂടെ ഒരു പുതിയ തുരങ്കമുണ്ടാക്കണം എന്നതിനെ കുറിച്ച് പോലും റിസർച്ച് ചെയ്തവരുടെ നാടാ ഇവിടുത്തെ. അപ്പൊ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് റഹീം സംസാരിക്കരുത്. ഇവിടെ നമുക്ക് വേണ്ടത്, ഞാൻ പറയട്ടെ, ഇവിടെ ഇത്തരത്തിൽ നമുക്ക് എന്തിന് തക്കാളിപ്പനിയും ഡെങ്കിപ്പനിയും പന്നിപ്പനിയും പടരുന്ന കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് എന്താ അത് ഉദ്ഘാടനം ചെയ്യാത്തത്? അപ്പൊ ഇവിടെ സെന്ററുകൾ വേണമെന്ന് ചോദിക്കുന്നതല്ല, എനിക്ക് തോന്നുന്നത് എനിക്ക് എന്റെ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യത്തിന് ഏറെക്കുറെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും സമീപകാലത്തൊന്നും നമുക്ക് ഈ തരത്തിൽ പല വിഷയങ്ങളും രാഷ്ട്രീയ സമവായം സാധ്യമല്ല. പക്ഷെ അത് സാധ്യമാകാതെയും കേരളത്തിൽ ജീവിച്ചു പോയേ പറ്റും. അവിടെ ഒരു പ്രശ്നം ഞാൻ ഇനി രണ്ടുപേരും സഹകരിക്കേണ്ടത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അല്ലല്ലോ. ഇപ്പൊ ഉത്തരം പറഞ്ഞ ഞാൻ പറയട്ടെ, സഹകരിക്കണം എങ്ങനെയാണ്? ഇവിടെ കണക്ക് പറയുമ്പോ കണക്ക് വേണ്ട എന്ന് പറഞ്ഞു. പാവപ്പെട്ടവരല്ലേ കോഴിക്കോടിലെ മത്സ്യത്തൊഴിലാളികൾ അല്ലെ? കോഴിക്കോട് ഇരുന്നു കൊണ്ട് ഈ ചർച്ച നടക്കുന്ന സമയത്ത് അങ്ങനെ കണക്കായിട്ട് വന്നിരിക്കുകയാണ്, കണക്ക് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ലെന്നേ. മത്സ്യസമ്പത്ത് ഞാൻ പറഞ്ഞു വന്നത്, കോഴിക്കോടിനും വയനാടിനും കൊടുക്കുന്നതിന്റെ കണക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ മത്സ്യസമ്പത്ത് യോജനയ്ക്ക് വേണ്ടി 13,286 കോടി രൂപ കേന്ദ്രം കൊടുത്തിട്ട് 7,855 കോടി മാത്രം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെലവഴിച്ച ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള 320 കിലോമീറ്റർ കടൽ തീരമുള്ള നാട്ടിൽ പോയിന്റ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണൽ ഹാർമണി ആകണം, എല്ലാവർക്കും അങ്ങനെ ആകുന്ന ഒരു ധാരണ താങ്കൾ എടുത്തു. ശരിയാണ്, ഒരർത്ഥത്തിൽ നമ്മൾ മറ്റു പല നാടിനും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു സാമുദായിക സൗഹാർദ്ദമൊക്കെ ഉണ്ട്. അത് നമുക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫാക്ടറാണ്. പക്ഷേ ശ്രീ റഹീം പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നാളെ വലിയ കെട്ടിടങ്ങൾ പണിയാൻ, നമ്മൾ പുതിയ റെയിൽപാത തുടങ്ങാൻ എന്നുള്ളതിന് അപ്പുറത്താണ് നമുക്ക് റൗണ്ട് ദ ക്ലോക്ക് 24 അല്ലെങ്കിൽ 12 മാസവും സമാധാനത്തോടെയും സുരക്ഷത്തോടെയും ജീവിക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നം. കടലെടുക്കുന്നു, കൊച്ചി എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏത് സമയത്തും മഴ, ഏത് സമയത്തും വെയിൽ എന്നൊരവസ്ഥയിലേക്ക് മാറുക. ഇത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എത്രത്തോടെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്? അതിലെന്ത് സമവായമാണ് നമുക്ക് സാധ്യമാവുക? ഞാൻ കൺസെൻസസ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നയരൂപീകരണത്തിൽ സമവായത്തിന് വലിയ റോള് വഹിക്കാനുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഏത് വിഷയമാണെങ്കിലും, ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, റഹീം ഉന്നയിച്ച അത് നേരത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഈ തീരപ്രദേശവും പശ്ചിമഘട്ടങ്ങളുള്ള അടുപ്പവും നേരത്തെ പറഞ്ഞ ജലാശയങ്ങളുടെയൊക്കെ സാന്നിധ്യം മൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ. സ്വാഭാവികമായിട്ടും ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്തേ മതിയാവും. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കുന്നു, തീരശോഷണം എങ്ങനെ ബാധിക്കുന്നു, ഈ വിഷയത്തിൽ കൺസെൻസസ് ഉണ്ടാകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അവിടെ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുകയാണ്. വലിയ തോതിൽ യാതൊരു പാരിസ്ഥിതിക പഠനവും കൂടാതെ വലിയ തോതിൽ കടലെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ തീരം എടുത്തുകൊണ്ട് പോകുന്നൊരു വിഷയമാണ്. അവിടെ ജനങ്ങൾക്കെല്ലാം ഒരു അഭിപ്രായമേ ഉള്ളൂ, മണ്ണെടുക്കരുത്, എടുക്കുകയാണെങ്കിൽ തന്നെ പാരിസ്ഥിതികമായ പഠനം നടത്തണം. പക്ഷേ ഒരു ഭരണകൂടത്തിൻ്റെ ഡിസിഷൻ അവിടെ നിൽക്കുക. യാതൊരു പാരിസ്ഥിതിക പഠനവുമില്ലാതെ 100 കണക്കിന് ലോറികളിൽ വന്ന് മണ്ണെടുത്തു കൊണ്ടുപോയി നേരത്തെ പറഞ്ഞ ഖനനം നടക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ ഒരു വിഷയമായി നിലനിൽക്കുന്നത്? എല്ലാവർക്കും യോജിപ്പാണ്, തീരശോഷണം ഉണ്ടാവരുത്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകരുത്. പക്ഷേ ഒരു ഭരണകൂടം എടുക്കുന്ന ഡിസിഷനാണ്, അതിൻ്റെ പേരിലാണ് കേസെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സമവായത്തിന് വളരെ പ്രസക്തി ഉള്ളത്. നേരത്തെ നമ്മുടെ ഒരു ചർച്ച മുന്നോട്ട് പോകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പരിസ്ഥിതി സംരക്ഷണം, തീരസംരക്ഷണം, പശ്ചിമഘട്ട സംരക്ഷണം ഇതെല്ലാം തന്നെ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. രണ്ടാമതൊരു വിഷയം, ആ പ്രാധാന്യം ഉണ്ടോ? അപ്പോൾ നമുക്ക് ഒരു മഴ വന്നു, ഒരു ദുരന്തം വന്നു, ഒരു പ്രളയം വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അതോടൊരു കഴിഞ്ഞില്ലേ? ഇപ്പം നാളെ ഇന്ന് വളരെ ശക്തമായിട്ട്, ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല, മഴക്കാലത്ത് മാത്രമല്ല മഴ, ഏത് സമയത്തും വരാം. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം പെയ്യേണ്ട മഴ, അല്ലെങ്കിൽ ഒരു വർഷം പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ട് പെയ്യുമ്പോഴുള്ള ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ നഗരങ്ങളിൽ എന്താണ് സംഭവിക്കുക? ചാലിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളിൽ എന്ത് സംഭവിക്കും? പെരിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളിൽ എന്ത് സംഭവിക്കും? പെരിയാർ അതിനനുസരിച്ചിട്ട് വെള്ളം നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു തുടർച്ച നമുക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇല്ല. നമ്മളെല്ലാ ദുരന്തങ്ങളെക്കുറിച്ചും നമ്മൾ ദുരന്തത്തിനോടുള്ള പ്രതികരണം കേരളത്തിൽ ഒരർത്ഥത്തിൽ നല്ല രീതിയിലാണ്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹവും മൊത്തം സംവിധാനങ്ങളും ഒരു പരിധിവരെ നന്നായി പ്രതികരിക്കും. പക്ഷെ ദുരന്തത്തെ മുൻകൂട്ടി കാണാനോ
അത് പ്രതിരോധിക്കാനുള്ള നടപടികൾ നമ്മൾ വളരെ പിന്നിലാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭരണകൂടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യം അതാണ്. നമുക്കൊരു ലോങ് ടൈം പ്രോജക്റ്റ് വേണം. അത് തീരത്തെ സംബന്ധിച്ച് വേണം, പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് വേണം, നഗരാസൂത്രണത്തെ സംബന്ധിച്ച് വേണം. അതിനകത്ത് അത് അപ്പോഴും നമ്മൾ ഡോപ്ലറിനെ കുറിച്ച് ശ്രീ റഹീം പറയുകയും കൊടുത്ത പൈസയെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പറയുകയും ഞാൻ പറഞ്ഞതിന്റെ വിഷയം നമ്മൾ ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ ഗൗരവതരമായ ചർച്ചകളും പദ്ധതികളും ഉണ്ടാകണം. അതൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ആകണം. അതല്ലാതെ ഒരു പ്രളയം ഉണ്ടായിക്കഴിയുമ്പോൾ ജനത്തെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചോ, കടലാക്രമണം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ ജനങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനെ കുറിച്ചോ, മണ്ണിടിയുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെക്കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത്. അതിന് ഒരു ദീർഘകാല പദ്ധതി ആവശ്യമാണ്. അപ്പോൾ നമ്മതിനൊന്ന് സമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് പരിസ്ഥിതികമായ വിഷയം, കേരളത്തിൻ്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്തുള്ള ദീർഘകാല പദ്ധതികൾ ഭാവി കേരളത്തിൻ്റെ ചൂണ്ടുവലയാകണം. രണ്ടാമതൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ കേരള സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് യുവാക്കളുടെ, നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ യുവാക്കളുടെ സാന്നിധ്യം വേണം. അവരെ ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രതീക്ഷ കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ക്യാമ്പസുകളിൽ സ്വതന്ത്രമായ ചിന്തയും സ്വതന്ത്രമായ പഠന സാഹചര്യങ്ങളുമില്ല. ഇപ്പോൾ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഘടകം തന്നെയാണ് സ്വാതന്ത്ര്യം. സമാധാനത്തോടെ പഠിക്കുക എന്നത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരണം. ഈ ക്യുമുലേറ്റീവ് ബ്രെയിൻ ഡ്രെയിൻ ഇല്ലാതാക്കണം. ആ ക്യുമുലേറ്റീവ് ബ്രെയിൻ ഡ്രെയിൻ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കൺസെൻസസ് വേണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് ക്യാമ്പസ് ജനാധിപത്യം ഉൾപ്പെടെ എങ്ങനെയാകണം, ക്യാമ്പസിലെ രാഷ്ട്രീയ സംഘർഷം എങ്ങനെ പോകണം, സംവാദങ്ങൾ എങ്ങനെയാകണം. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്നത് ക്യുമുലേറ്റീവ് ബ്രെയിൻ ഡ്രെയിൻ ഒഴിവാക്കാൻ നിർണായകമാകും. അത് ഭാവി കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശ്രീ റഹീം, ഞാൻ അതിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടാവും തോന്നില്ല. ഞാൻ മറ്റൊരു കാര്യം നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തൊക്കെ കുറ്റം രാഷ്ട്രീയക്കാരിൽ പറഞ്ഞാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നാലും ഇത് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും ആദ്യം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായ ഏറ്റവും ആദ്യം നമ്മൾ വാർഡ് മെമ്പർ അടുത്താണ് പോകുന്നത്. തുടങ്ങി ഒരു MLA-യോടോ MP-യോടോ മന്ത്രിയോടോ ഒക്കെ ഉണ്ടാവുന്ന അത് അങ്ങനെയാണ്. അതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ശ്രീ റഹീമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അതായത് നിങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ്. അപ്പോൾ രാഷ്ട്രീയക്കാർ ഇടപെടുന്ന രീതി, രാഷ്ട്രീയം എന്ന പൊതുവിൽ കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ പോയാൽ മതിയോ, രാഷ്ട്രീയക്കാർ ഇങ്ങനെ മതിയോ, അതിലെന്തെങ്കിലും മാറ്റം വേണമെന്ന് ഈ അനുഭവങ്ങൾ കൊണ്ട് റഹീം തോന്നിയിട്ടുണ്ടോ? അല്ല, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വളരെ രാഷ്ട്രീയ സമൂഹമാണ് കേരളത്തിൻ്റേത്. തീർച്ചയായും രാഷ്ട്രീയം എന്തുകൊണ്ട് ഞാൻ വിഭാവനം ചെയ്യുന്നത് കേരളം ആകേണ്ടതും, കേരള യഥാർത്ഥ രാഷ്ട്രീയ സമൂഹം എന്ന് പറയുമ്പോൾ BJP എന്നോ കോൺഗ്രസ് എന്നോ ലീഗെന്നോ CPM എന്നുള്ളത് മാത്രമല്ല, അതിനെല്ലാം അപ്പുറത്ത് കേരളത്തിൻ്റെ മനസ്സ് ഒരു പുരോഗമന രാഷ്ട്രീയ മനസ്സാണ്. ആ കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സംഘടിതമായി നീക്കം നടക്കുന്നു. ഈ നമ്മുടെ ലിജു ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാനവിടെ കണക്ട് ചെയ്യാം. കമ്മ്യൂണൽ ഹാർമണി മാത്രമല്ല, പുരോഗമന സ്വഭാവം. നമ്മുടെ സമൂഹത്തിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ജാതിബോധം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. അപ്പോൾ ഇത്തരം പ്രവണതകൾക്കെതിരെ നല്ല ജാഗ്രതയോടെ കേരളത്തിൻ്റെ പുരോഗമന രാഷ്ട്രീയ മനസ്സ് പോകേണ്ടതുണ്ട് എന്നതാണ് ഭാവി കേരളത്തിൻ്റെ ഒരു വലിയ ചലഞ്ചായും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യത്തിലേക്ക് വരുന്നത്. രണ്ട്, ഞാൻ നിങ്ങളിലേക്ക് വന്നാൽ ചോദിച്ചാൽ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നത് നേരത്തെ ശ്രീ ലിജു എന്ന് പറഞ്ഞൊരു പോയിന്റാണ്. നമ്മുടെ യുവാക്കൾ, അതായത് നമ്മുടെ രാഷ്ട്രീയക്കാർ, നമ്മുടെ യുവാക്കൾക്ക് എന്താണ് വേണ്ടത്? നാളത്തെ കേരളത്തിൽ നമ്മുടെ യുവാക്കൾ അവരെ എവിടെ പ്ലേസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? അവരുടെ ആസ്പിറേഷൻസ് നമ്മുടെ രാഷ്ട്രീയക്കാർ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് വാർഷിക ബജറ്റ്, അതൊരു കണക്ക്, വരവ് ചെലവ് കണക്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ നയം വരാതിരിക്കാം. പക്ഷെ അപ്പോഴും അതിൽ ചില പ്രോജക്ട്സ് എന്നതിനപ്പുറത്ത് 10 വർഷത്തപ്പുറത്തെ കേരളത്തെക്കുറിച്ച് യുവാക്കളുടെ കൺസെപ്റ്റ് എന്താണ്, അവർക്ക് എന്താണ് ഈ നാട്ടിൽ ഇപ്പോൾ ആവശ്യം എന്നതിനെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗൗരവത്തോടെ അവരെ കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായി ഇത് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അടുത്ത 25 വർഷത്തെ കേരളം എങ്ങനെയായിരിക്കണം, വരുന്ന തലമുറയെ എങ്ങനെയാണ് നമ്മൾ, അവരുടെ ആസ്പിരേഷൻസ് എന്താണ്, അവിടെ ഞങ്ങൾ എന്താണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് മാത്രം 1 ദിവസം 2 ദിവസം നീണ്ടുന്ന മുഴുവൻ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ രേഖ തയ്യാറാക്കുന്നത്. ഭാവി കേരളത്തെക്കുറിച്ച് LDF പിന്നീട് ഇത് അംഗീകരിക്കുന്നത്. അതാണിപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗ്ഗരേഖ. അത് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി വളർത്തിയെടുക്കണമെന്നതാണ്. പുതിയ തലമുറയെ കൃത്യമായി കാണണമെന്നാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ കേരളത്തിൻ്റെ പുതിയ തലമുറ പറഞ്ഞല്ലോ, നമ്മുടെ സമീപനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാവണം. സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ജെൻഡർ ഇക്വാളിറ്റിയെ സംബന്ധിച്ച്, സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അഭിരുചിയെ സംബന്ധിച്ച് ആകാശത്തോളം കിനാവ് കാണുന്ന ഒരു പുതിയ തലമുറയുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. എങ്ങനെയാണ് പുതിയ തലമുറ ഓരോ പ്രശ്നത്തെയും കാണുന്നത്?
ഞാൻ വേറൊന്നിലേക്കും പോകുന്നില്ല. നിമ്ന വിജയൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നോട് എന്ന് പറയുന്നൊരു നോവലുണ്ട്. പുതിയ കാലത്തിൻ്റെ ശബ്ദമെന്നും പുതിയ കാലത്തിൻ്റെ നരേറ്റീവെന്നും പറയാൻ കഴിയുന്ന ഇത്തരം എഴുത്തുകൾ, പുതിയ കാലത്തിൻ്റെ സിനിമകൾ വളരെ കൃത്യമായി അവരുടെ ആസ്പിരേഷൻസ് സമൂഹത്തോടാകെ പറയുന്നുണ്ട്. ആ വിളിയും ആ താളവും ആ ഋതം കേൾക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണം. എൻ്റെ പാർട്ടിക്കും എൻ്റെ യുവജന സംഘടനയ്ക്കും അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വല്ലാതെ മാറണം. കൺവെൻഷനലായിട്ടുള്ള കാലം മാറി. കൺവെൻഷനലായിട്ട് കടന്നു പോകുന്ന വഴികളിൽ നിന്ന് മാറി പുതിയ തലമുറയുടെ അഭിരുചികൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റണം. ഇപ്പോൾ പറയുന്ന ഓരോ കാര്യവും, വികസനം, കാഴ്ചപ്പാട്, മുൻപോട്ടുള്ള പോക്ക്, പുതിയ തലമുറയെ ആകെ ചേർത്ത് പിടിക്കാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയും. അവിടെ നമുക്കത് സാധിക്കണം. ഒരു ഗൗരവതരമായ പ്രശ്നം കൂടിയുണ്ട്. വലിയ തോതിലുള്ള അപ്പൊളിറ്റിക്കലൈസേഷനും കടന്നു വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പുരോഗമന സ്വഭാവത്തിൻ്റെ ഘടകവിരുദ്ധമായ കാര്യമാണ്. ഞാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകേണ്ട ഒരു രാഷ്ട്രീയത്തോട് ഒരു പുച്ഛമായ ഒരവസ്ഥ ഇതും രൂപപ്പെടും. ഈ ചലഞ്ചിനെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ അത് അഭിമുഖീകരിക്കണമെങ്കിൽ അവരുടെ മനസ്സ് തൊട്ടറിയാനും അവരോടൊപ്പം നിൽക്കാനും, നിൽപ്പിലും നടപ്പിലും വർത്തമാനത്തിലുമെല്ലാം പുതിയ തലമുറയോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ശക്തിപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായൊരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, ഒരു കാര്യമുള്ളത്, ഈ വലതുവശത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അടുത്തതിൽ ആദ്യത്തെ ഊഴം താങ്കളുടേതാണോ? നേരത്തെ താങ്കളത് ഒരു കാര്യമുള്ളൂ, എനിക്കറിയാനുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ ഒരു ഏജിങ് പോപ്പുലേഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും. ഇതൊരു വലിയ ടോപ്പിക്കാണല്ലോ. പക്ഷേ ഇപ്പോൾ യുവാക്കളെക്കുറിച്ച് പറഞ്ഞു, നമുക്ക് തൊഴിലവസരങ്ങൾ കുറവാണ്. ഇപ്പോൾ ചില കണക്കുകളെങ്കിലും വരുന്നത് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തൊഴിലില്ലായ്മ കൂടുന്നൊരു സാഹചര്യമുണ്ട് എഡ്യൂക്കേറ്റഡ് യൂത്തിൻ്റെ മുന്നിൽ. അപ്പോൾ നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് ഒരു ദിശാബോധമില്ലാതെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലൊരു യൂത്തിനെ ഒരു വലിയ ഫോഴ്സാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടേ? ഒരുമിച്ച് ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, അതിൽ ഡിവൈഎഫ്ഐക്കാരും യുവമോർച്ചക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്ത് ആ യൂത്ത് എന്നതിനെ നമുക്ക് എങ്ങനെ ഒരു വലിയ ചാലക ശക്തിയാക്കി മാറ്റാൻ പറ്റും? അല്ല, അതിനുള്ള ഒരു വലിയ മൂവ്മെൻ്റാണ് രാജ്യവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്ര കണ്ട് കേരളത്തിൽ മതിയോ എന്നുള്ള ചോദ്യത്തിന്, നാളത്തെ കേരളത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇന്നലകളിലെ കേരളത്തെക്കുറിച്ച് കൂടി ഓർക്കണ്ടേ? ഇന്നലകളിൽ നിന്നല്ലേ നാളത്തെ കേരളത്തിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ ഇത്രയും കാലം കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് 3 പാർട്ടിയുടെ ആളുകളാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളൊരു ചിന്തയെന്ന് പറയുന്നത് 9 ജലവൈദ്യുത പദ്ധതികളും അതുപോലെ തന്നെ 2 ഇപ്പോൾ വിഴിഞ്ഞം കൂടി വന്നു കഴിഞ്ഞാൽ 2 വലിയ തുറമുഖങ്ങളും 10-16ഓളം ചെറു തുറമുഖങ്ങളും ഇവിടെ കഠിനാധ്വാനത്തിന് ശേഷിയുള്ള അധ്വാനശീലരായിട്ടുള്ള തൊഴിലാളികളും അവരുടെ മക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഈ കേരളം എന്ന് പറയുന്നത് ഇത്ര മാത്രം പോരാ എന്നുള്ളതാണ്. അപ്പോൾ വന്ന വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്ത സമയത്തുണ്ടായ തെറ്റുകൾ കൊണ്ടാണല്ലോ കുട്ടികൾ പലായനം ചെയ്യപ്പെട്ടു പോകുന്നത്. അവർക്ക് നല്ല തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ലോകത്തിൻ്റെ തന്നെ ഭൂപടത്തിലെ ഏറ്റവും നല്ല ടൂറിസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ മന്ത്രി എന്തോ ആകട്ടെ, അദ്ദേഹം എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് എന്തുകൊണ്ട് ടൂറിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവാവായിട്ടുള്ള ടൂറിസം മന്ത്രി ഇതുവരെ കേന്ദ്ര ടൂറിസം മന്ത്രി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അപ്പൊ എന്ത് വേണം? ഞാൻ കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയെ കാണാൻ പോയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത്. ആലപ്പുഴയിൽ ഗംഗ ക്ലീനിങ് പോലെ ഒരു നമാമി ആലപ്പുഴയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ചെന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തില് വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു യുവാവായിട്ടുള്ള ആളാണ് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന് പറയുകയാണ്. പക്ഷേ ടൂറിസത്തിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഓൺലൈൻ മീറ്റിംഗിൽ പോലും കഴിഞ്ഞ 3 മാസമായിട്ട് പുതിയ മന്ത്രി സുരേഷ് ഗോപി വന്നതിന് ശേഷം പോലെ, അത് മിസ്റ്റർ റഹീമിനെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തൽക്കാലം രാഷ്ട്രീയത്തെ കുറിച്ച് മാറ്റിവെക്കാതെ, അതായത് മാർക്സിസ്റ്റ്, കോൺഗ്രസ്, BJP എന്നുള്ള ആ ചലനാത്മകമായിട്ടുള്ള പോയിന്റിലൂടെ ആരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്ന് വലിയ നേതാവാകുന്നത് എന്ന് ഒരു ആക്ഷൻ ഹീറോ ആണ് നമ്മുടെ കേന്ദ്രമന്ത്രി. അപ്പോൾ അതായത് വളരെ ആക്ട് ചെയ്യാൻ എന്തുകൊണ്ടും പറ്റിയ ഒരാളാണ് നമ്മുടെ ബേപ്പൂർ MLA കൂടെ ആയിട്ടുള്ള ടൂറിസം മന്ത്രി. അപ്പോൾ ഇവിടെ ആക്ഷൻ വരാൻ യാതൊരു പ്രശ്നവുമില്ല. അയ്യപ്പദാസ്, എന്റെ പോയിന്റ് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയമല്ല പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് പറഞ്ഞത്, ആന്റണി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു ശ്രീമാൻ O രാജഗോപാൽ കേരളത്തിന്റെ അംബാസിഡറെ പോലെ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
ബഹുമാനപ്പെട്ട ആന്റണി പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് ഈ തൊഴിലില്ലായ്മ പേടിച്ച് നമ്മുടെ കുട്ടികൾ പലായനം ചെയ്യപ്പെട്ടു പോകുമ്പോൾ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ കേരളത്തിന് വേണ്ടി ചില യാത്രകൾ യുവാക്കളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചെയ്തുകൂടെ എന്നതാണ് എന്റെ പോയിന്റ്. തീർച്ചയായിട്ടും ഇത്തരമുള്ള സംവാദവേദിക്ക് പുറത്ത് ഇത് വല്ലതും നടക്കുന്നുണ്ടോ? സാധ്യത ഉണ്ടാക്കണം. അതിന് ആരാ ഉണ്ടാക്കേണ്ടത്? ഈ ഇരിക്കുന്ന മൂന്നാളില് ആരാണ് അധികാരി? റഹീമാണ്. നോക്കൂ, ഇരിക്കുന്നവരിൽ ലിജു MP അല്ല, ഞാൻ MP അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ പോകണമെങ്കിൽ ഏത് ക്യാബിനറ്റ് മിനിസ്റ്ററെയാ കാണേണ്ടത്? റഹീം വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്, ലിജു വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്. ഇതൊരു വാക്കാണ്, ഇതോട് ഓൺ റെക്കോർഡുള്ള കാര്യമാണ്. കേരളത്തിന് നാളേക്ക് വേണ്ടി അങ്ങനെ വിളിച്ചാൽ പോകാൻ തയ്യാറാണ്. വിളിക്കണം, പോകണമെന്നാണ് ഞാൻ പറയാം. വളരെ വളരെ പ്രധാന ഒരു സെക്കൻഡ്, ഞാൻ മിസ്റ്റർ ലിജുവിലേക്ക് പോയിട്ടാ. ലിജുവിന്റെ മറുപടി. ഇപ്പോൾ ഇത് നമ്മൾ വ്യക്തിനിഷ്ഠമായി കാണേണ്ട ഒന്നല്ല. ഇപ്പോൾ വ്യക്തികൾക്കപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികളും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിൻ്റെ ഭാവിയാണ്. കേരളത്തിൻ്റെ ഭാവിയിൽ യുവാക്കളുടെ പങ്ക്. ഇപ്പം നമ്മൾ കേരളത്തിലെ യുവാക്കൾ എല്ലാവരും തന്നെ അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണെന്ന അഭിപ്രായം എനിക്കില്ല. അവരെന്നും പ്രതീക്ഷ തേടി പോയ ആളുകളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭാവി കേരളം കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ ഈ യുവാക്കളുടെ ബുദ്ധിയും അവരുടെ സാമർഥ്യവുമെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ കൺസെൻസസ് വേണം, മികച്ച പദ്ധതികൾ വേണം. നമ്മുടെ ക്യാമ്പസിലെ വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും നിലവാരം വർദ്ധിപ്പിക്കണം. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പം നേരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അയ്യപ്പദാസ് ഓപ്പൺ ചെയ്തത്. നമ്മുടെ ക്യാമ്പസുകളിലെ സ്വാതന്ത്ര്യം. ക്യാമ്പസ് സ്വാതന്ത്ര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കണം. ഒരു ചെറുപ്പക്കാരൻ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ പോയാൽ അവൻ ആശയം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾക്കുണ്ടോ? അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ക്രൂരമായ മർദ്ദനങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ. ഞാൻ വ്യക്തിപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കേരളം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഒരു ഭാവിയിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ക്യാമ്പസുകളിൽ ആശയ സംവാദം ആവശ്യമാണ്. അത് ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ ആ അറ്റ്മോസ്ഫിയർ ഇല്ല എന്നത് ഒരു സത്യമാണ്. അപ്പം നമ്മൾ ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് ക്യാമ്പസുകളിൽ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കണം, അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കണം. അതോടൊപ്പം മികച്ച പദ്ധതികൾ, കേരളത്തിൻ്റെ ഭാവിക്കായുള്ള മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഭരണകൂടവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഭരണകൂടം തന്നെ. തീർച്ചയായിട്ടും. ഒരൊറ്റ സെക്കൻഡ്, നമ്മൾ അവസാന സെഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഓഡിയൻസിന് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവിടെ മൈക്കുണ്ടോ? ആ ഭാഗത്ത് ആരെങ്കിലും മൈക്കുണ്ടോ? നമ്മൾ മൈക്ക് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, തയ്യാറാവുമ്പോഴേക്കും ശ്രീ റഹീം ഇടപെടാൻ വന്നത്. അതെ, ഈ മൈഗ്രേഷനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. മൈഗ്രേഷൻ്റെ കാരണമായിട്ട് ഇവിടെ ലിജു ചൂണ്ടിക്കാണിച്ചതിനോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പാനുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു SFIക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിൻ്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞില്ല റഹീം, ഞാൻ ക്യാമ്പസിലെ ജനാധിപത്യമില്ലായ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് റഹീം അതിനെ SFI കേരളത്തിന്റെ ക്യാമ്പസിലാകെയുള്ളത് SFI ആയതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. കേരളത്തിന്റെ ക്യാമ്പസിലാകെ SFI ആയതുകൊണ്ട് ഞാൻ ലിജു സാധാരണ ഇടയ്ക്കിടെ ഇടപെടാത്തൊരു കാര്യമാണ്. അങ്ങ് പറയുന്ന കേരളത്തിൻ്റെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വാഭാവികം പറയാം, കേരളത്തിൽ അങ്ങനെ ചില സമയമുണ്ട്. കേരളത്തിൽ പാർട്ടിക്കാർ എന്ന് പറഞ്ഞാൽ ആരെയാ? സാധാരണ ആളുകളുടെ മനസ്സിൽ വരിക CPM-കാരെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഇനി ഒരു കാര്യം കേൾക്ക്, കേരളത്തിൻ്റെ ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ അത് SFI കേരളത്തിലെ ക്യാമ്പസുള്ള SFI ആണ്. അപ്പോൾ പറയട്ടെ, ഇനി അടുത്ത് പറയട്ടെ, ഞാൻ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തോളൂ പ്ലീസ്. അതിനകത്തൊരു പ്രശ്നമുണ്ട്, ഗൗരവ സ്വഭാവത്തോടെ കാണണം. ഈ മൈഗ്രേഷൻ്റെ കാരണം എന്താണ്? 2021 എക്കണോമിക്സിൻ്റെ നൊബേൽ കിട്ടിയത് മൈഗ്രേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. 3 പേർക്കാണ് 2021 നൊബേൽ കിട്ടിയത് എക്കണോമിക്സിൽ. അതിൽ ഒരു പഠനം മൈഗ്രേഷനെ കുറിച്ചാണ്. മൈഗ്രേഷൻ ഈസ് നോട്ട് എ ക്രൈം. മൈഗ്രേഷൻ രണ്ടെൻഡിലുമുള്ള ഏതു രാജ്യത്തിൽ നിന്നാണോ മൈഗ്രേഷൻ സംഭവിക്കുന്നത്, എവിടേക്കാണോ മൈഗ്രേഷൻ സംഭവിക്കുന്നത്, ഈ രണ്ടെൻഡിലും ഫിനാൻഷ്യലി ഗ്രോത്താണ് ഉണ്ടാകുന്നത്, അത് ഗുണകരമാണ് ഭവിക്കുന്നത് എന്ന പഠനത്തിനാണ് 2021 എക്കണോമിക്സിന് നൊബേൽ കിട്ടിയത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിന്ന് പോകുന്ന ശോഭ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം മൈഗ്രേഷൻ പോകുന്ന സ്റ്റേറ്റ് അറിയാമോ? UP ആണ്. ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ അതുപോലുള്ള കൺട്രികളിലേക്കാണ്. 2 ബീഹാറാണ്. കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷൻ പോകുന്നുണ്ട് വളരെ കോമ്പിറ്റന്റ് ആയ വികസിത രാജ്യങ്ങളിലേക്കാണ്. ഞാൻ ജയശങ്കറിന്റെ കണക്കാണ്, ലോക്സഭയിൽ പറഞ്ഞ കണക്കാണ്. സംവാദങ്ങളിലേക്ക് പോട്ടെ, ഞാൻ സംവാദങ്ങളിലേക്ക് പോട്ടെ.
നമ്മൾ തീർച്ചയായും അങ്ങ് പറയുന്നു ജനാധിപത്യപരമായ സംവാദം. അപ്പോൾ മൈഗ്രേഷനും ഈ പറയുന്ന സംവാദമായിട്ടൊന്നും ബന്ധമില്ലാന്ന് മനസ്സിലാക്കണം. ഇനി സംവാദത്തിൻ്റെ പ്രശ്നം എന്താണ്? ലിജു ആത്മാർത്ഥമായിട്ട് പറയണം. ഞാൻ ലിജുവിനെ വളരെ ബഹുമാനിക്കുന്നൊരു എൻ്റെ ലീഡറാണ്, എൻ്റെ ഒരു സമകാലനാണ്. ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നപ്പോൾ ആ കുത്തിക്കൊന്നത് കുഴപ്പമില്ല, അതെൻ്റെ കുട്ടികളാണ് ചെയ്തത് പറഞ്ഞ KPCC പ്രസിഡന്റ് രാഷ്ട്രീയം ഇങ്ങനെ തന്നെ മതിയോ എന്നിടത്ത് ഞാൻ പറയാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് ശ്രീ റഹീം ഇപ്പോൾ ശ്രീ ലിജുനോട് ചോദിക്കുന്നത്. അത് വേറെ തന്നെ ടോപ്പിക്കാണ്. നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ ആവുന്ന ആളുകൾ ജനങ്ങളോട് അല്ലെങ്കിൽ ഒക്കെ വേണ്ട രീതിയിൽ ഇടപെടുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ യഥാർത്ഥത്തിൽ അടുത്തൊരു സെഷൻ അതിനെക്കുറിച്ച് തന്നെയാണ് എന്നുള്ളത് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞോട് മാത്രമല്ല അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യാണ്. രണ്ട് വാദത്തിൽ വെച്ച് രണ്ടുപേരും. അതായത് ഇത്രയും വർഷം കേരളത്തെ ഭരിക്കാൻ റഹീമിന്റെ പാർട്ടി നേതൃത്വം കൊടുത്തിട്ട് ഇവിടെ നിന്ന് കുട്ടികൾ പലായനം ചെയ്തു പോകുമ്പോൾ അതിന്റെ കഥ പറഞ്ഞിട്ട് ആ ഡെസ്റ്റിനേഷൻ പോയിന്റിനെ കുറിച്ച് പറയുകയും ഉത്തർപ്രദേശിൽ എന്ത് നടക്കും, ഉത്തർപ്രദേശ് കാലാകാലമായിട്ട് BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്നുള്ള ധാരണയൊന്നും വേണ്ട. പക്ഷെ കേരളത്തിൽ ഇത്ര കണ്ട് നിങ്ങൾക്ക് ഭരിക്കാൻ കിട്ടിയിട്ട് ഇന്ത്യ ലോകത്ത് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജ്യങ്ങൾ അന്യം നിന്ന് പോയത്? നോക്കൂ, അല്ലല്ല ഒരു സംസ്ഥാനം അതല്ല, അതൊക്കെ എനിക്ക് മനസ്സിലായി. അതല്ല ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന് സാമ്പത്തിക മേഖല അരക്ഷിതാവസ്ഥയിലേക്ക് ആ സംസ്ഥാനം കൂപ്പുകുത്തുന്നു, ഇവിടെ നിന്ന് ചെറുപ്പക്കാർ പോകുന്നു, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തി വന്ന് ഇവിടെ ഇരുന്നിട്ട് അത് പ്രശ്നമല്ല എന്നല്ല പറയേണ്ടത്. ഇത് നന്നാക്കാൻ കേരളത്തിൽ കുറെ കൂടി മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ശ്രീ ലിജുവിന്റെ പോയിന്റ് പൂർത്തിയാക്കാൻ ഞാൻ ആ വ്യക്തിയിലേക്ക് ഓഡിയൻസിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ ഇവിടെ 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഉയർന്നു വന്നത്. അപ്പോൾ ആദ്യം ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺസെൻസസ് ആണ്. അപ്പോൾ അതൊരു ചുണ്ടുവലയാണ്. രണ്ടാമത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, അത് തീർച്ചയായിട്ടും ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടതാണ്. മൂന്നാമത്തെ വിഷയമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ക്വാളിറ്റി ഉയർത്തണം. മൈഗ്രേഷൻ എന്നൊരു തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല റഹീം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മൈഗ്രേഷൻ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഇടയാക്കരുത്, ആ പോയിന്റാണ്. മൈഗ്രേഷൻ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒരു ആഗോള സമൂഹത്തിൻ്റെ ഭാഗമായി അത് കേരളം ശോഷിച്ചു പോകരുത്. കേരളം ശോഷിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഞാൻ നേരത്തെ പോലെ ക്യാമ്പസ് ഡെമോക്രസി ഇല്ലാതാകുന്ന ഒരു വസ്തുതയാണ്. കാരണം അത്തരത്തിൽ ക്വാളിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ ക്യാമ്പസിൽ സംഘർഷത്തിൽ ഇടപെട്ടു. ഒന്ന് സംസാരിക്കാൻ അവസരമില്ല. അല്ലെ റഹീമ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കുറ്റബോധത്തിന് ആവശ്യമില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തികച്ചും അക്കാഡമിക്കായി മാത്രം സംസാരിക്കുന്നു. ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞൊരു പോയിന്റ്, അത്തരമൊരു ക്യാമ്പസിൽ പോകാൻ ബൗദ്ധിക നിലവാരം ഉയർന്ന ഒരു കുട്ടി ആഗ്രഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത എനിക്കുണ്ട്. കേരളത്തിലെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും ലോകത്തിലെ എല്ലാ ഞാൻ പറഞ്ഞത് അതിന് ഉത്തരവാദിത്തമില്ല. ഞാൻ പൂർത്തീകരിച്ചില്ലല്ലോ. ഞാൻ ഉയർത്തുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ക്യാമ്പസുകളിൽ സംവാദത്തിന്റെ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഭാവി കേരളത്തെ കുറിച്ച് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനില്ലേ? ശരി, ആ ചോദ്യമാണ്. നമുക്ക് വേണമെങ്കിൽ അവസാനത്തെ റൗണ്ടിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാം. ആരോടാണ് ചോദ്യം? ചോദിച്ചോളൂ. മൈക്ക് ഓണല്ലേ? മൈക്ക് ഓണല്ല, ഒന്ന് ചെക്ക് ചെയ്യാവോ? ഇല്ല, ഉറക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കേൾക്കും. ഇല്ല, അത് ഓണാണോ ചെക്ക് ചെയ്തിട്ടൊന്ന് കൊടുത്തോളൂ. മൈക്ക് ഓണല്ല. ആ സമയത്തേക്ക് ഇവിടെ നമ്മളൊന്ന് ഈ പോയിന്റ് ഒന്ന് അവസാനിപ്പിക്കാം. അപ്പോഴേക്കും മൈക്ക് സെറ്റ് ആവണേ. ആ സമയത്തേക്ക് ഞാൻ എൻ്റെ ഒരു പോയിന്റ് അത് പറഞ്ഞിട്ട് റഹീം ഇത് പറഞ്ഞിട്ട് അതോടെ ആഡ് ചെയ്തു. അതായത് ഇനി അടുത്ത കേരളം അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ഞാൻ കരുതുന്നത്, കേരളത്തിലെ നവോത്ഥാനത്തിന് ശേഷം സാമൂഹ്യ നവോത്ഥാനം സംഭവിച്ചതോടെ കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നു. അത് സാമ്പത്തികമായും സാമൂഹ്യമായിട്ടും വിവിധ ജനവിഭാഗങ്ങളെ ഏറ്റവും താഴെയുള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്തി. പക്ഷേ ആ സാമൂഹിക പ്രസ്ഥാനങ്ങൾ നടത്തിയ നവോത്ഥാനത്തിന് ശേഷവും ഇന്നും കേരള സമൂഹത്തിൻ്റെ താഴെ ശ്രേണിയിൽ കിടക്കുന്ന പട്ടികജാതി വിഭാഗങ്ങളും ആദിവാസി വിഭാഗങ്ങളും തുടങ്ങിയ സമൂഹങ്ങൾ ഇപ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പോൾ അടുത്ത കേരളം, ഭാവി കേരളം നമ്മൾ സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ ലക്ഷം വീട് കോളനികളും ആദിവാസി കോളനികളിലും അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും താഴെ കെട്ടി നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനെക്കുറിച്ച് കൃത്യമായ പദ്ധതികൾ ആവശ്യമാണ്. അത് നമ്മുടെ കേരളം ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ പൊളിറ്റിക്കലി ലിബറൽ ആണെന്ന് കുഴപ്പമില്ല. അതായത് സോഷ്യൽ കൺസർവേറ്റീവ്നെസ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഏറ്റവും താഴെയുള്ള സമൂഹങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കൊപ്പം തന്നെ സാമൂഹ്യമായ ഇൻ്റഗ്രേഷനും ആവശ്യമായ നടപടികളുണ്ടെങ്കിൽ മാത്രമേ ഭാവി കേരളം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദിച്ചോളൂ, ആരോടാണ് ചോദിക്കാനുള്ളത്? നമ്മൾ ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയും അതേപോലെ ആ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയും ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മളൊരു കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം ഇന്ന് യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല, ഇപ്പം ഞാനൊരു കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ 4 വർഷ ബിരുദ കോഴ്സുകൾ നടപ്പിലാക്കാൻ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ സിലബസ് അടക്കം ഉണ്ടാക്കിയിട്ടുള്ളത് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ്. അതേപോലെ നമ്മൾ വയനാട്ടിൽ ഇപ്പം ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ മുറവിൽ കൂട്ടുന്നത്. പക്ഷേ ആ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം മഴ പെയ്താൽ എപ്പോൾ റോഡ് പൊട്ടി കുണ്ടും മൂടിയായിട്ട് നമുക്ക് സാധാരണക്കാരന് യാത്ര ചെയ്തുവിടാം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? എല്ലാ മഴകൾ കാലങ്ങളായിട്ടുള്ളതല്ലേ. ഇതിനൊക്കെയാണ് നമ്മുടെ പാർട്ടികൾ ഉത്തരം പറയേണ്ടത് പൊതുജനങ്ങളോട്. ആരോടാണ് പൊതുവിലാണ്. അപ്പൊ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ശ്രീ റഹീം ആദ്യം ചുരുക്കി 3 പേരും. അല്ല, ഈ മഴയുടെ സംബന്ധിച്ച് മഴ അതിതീവ്ര മഴ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും സംഭവിക്കുന്നത് ലോകത്തിന് മുമ്പിലുള്ള ചലഞ്ചാണ്. അതിൻ്റെ ഭാഗമായി റോഡിൻ്റെത് മുതൽ വയനാട് ദുരന്തം പോലുള്ള ലാൻഡ് സ്ലൈഡ് വല്ല ദുരന്തങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായി അതെങ്ങനെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്ലർ റഡാറുകളുടെ കാര്യം 2013 ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ വരേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നത് ഞാൻ അതിനോട് കണക്ട് ചെയ്ത് ലിജുവിനോട് ഞാനൊന്ന് പറയട്ടെ. ലിജു തുടർച്ചയായി പറയാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ കലാലയങ്ങൾക്കകത്ത് ഒരു അസ്വസ്ഥതയുണ്ട്, അരക്ഷിതാവസ്ഥയുണ്ട്. അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞ പോയിന്റ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശോഭയും സപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിദേശ രാജ്യങ്ങളിലെ കോമ്പറ്റൻസി കിടപ്പിടിപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ഈ കലാലയങ്ങളിൽ പഠിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കലാലയങ്ങളുടെ അക്കാദമിക നിലവാരം മോശമാണെന്നും അവിടുത്തെ അന്തരീക്ഷം മോശമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. നമ്പർ 1. നമ്പർ 2, അദ്ദേഹം പറഞ്ഞതിന് കൂടി മറുപടിയാണ്. സമീപകാലത്ത് വളരെ വ്യാപകമായി കേരള സർവകലാശാല, MG യൂണിവേഴ്സിറ്റി, ഈവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കുസാറ്റ്, കേരളത്തിൻ്റെ സർവകലാശാലകൾ ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട റാങ്കിങ്ങുകളിൽ 1-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻനിരയിലേക്ക് കുതിച്ചു പാഞ്ഞിട്ടുണ്ട്. ശരി, ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുത്ത 25 വർഷത്തെ കേരളത്തെ സംബന്ധിച്ച് LDF ഗവൺമെൻറ്റിന് ഞങ്ങൾക്കുള്ള കൃത്യമായ കാഴ്ചപ്പാടിൽ ഇതുവരെ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെ സാർവത്രികമാക്കുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും നമ്മൾ ശ്രമിച്ചത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് 2016 അവസാനം മുതൽ, ഈ ഗവൺമെൻറ് അവസാനം മുതൽ ഞങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നത് പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിൽ നമ്മുടെ കുറവുകൾ പരിഹരിക്കാനും കൂടുതൽ മുന്നേറാനും ലോകോത്തരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനും. അതിലൊരു കുനിഷ്ഠ ചോദ്യം ചോദിച്ചോട്ടെ, ഈ അടുത്ത 25 വർഷത്തെയും കാര്യങ്ങൾ കാണുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു സർക്കാർ സ്വാഭാവികമായിട്ടും തീർച്ചയായും തുടർച്ചയാണ്. 1957 EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 1956 തൃശ്ശൂരിൽ ചേർന്ന ഞങ്ങളുടെ സമ്മേളനം 57 അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിൽ വേറെ ആരെങ്കിലും അധികാരത്തിൽ വന്നാൽ കേരളത്തെക്കുറിച്ച് എന്ത് മുന്നോട്ട് വെക്കണമെന്ന കാഴ്ചപ്പാടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമേ. സമയം തീരാറായെന്ന് നമ്മുടെ മാനേജേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അദ്ദേഹം തന്നെ ചോദിച്ച ചോദ്യത്തിനുള്ള പ്രതികരണങ്ങൾ അതിനുശേഷം നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം പെട്ടെന്ന്. ഒന്ന്, ഇപ്പം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂതകാലത്തിൽ എന്ത് ചെയ്തു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് റഹീമെ. കഴിഞ്ഞ 8.25 കൊല്ലമായി ഈ വിഷയങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി, തൊഴിൽ മേഖലയിലെ പുരോഗതി, സാമ്പത്തിക പ്രതിസന്ധിയുടെ പരിഹാരത്തിന് തനതായ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ഉള്ള കാര്യങ്ങൾ,
വയോജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊന്നും തന്നെ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇല്ല, എല്ലാം സാധിച്ചിട്ടുണ്ട്. എന്നെ എണ്ണി പറയാൻ പറ്റും. സമയം അതിലേക്കൊരു ഡിബേറ്റിലേക്ക് പോകാൻ സാധിക്കില്ല. എല്ലാം സാധിച്ചിട്ടുണ്ട്. നദികൾ വീണ്ടെടുത്തിട്ടുണ്ട്. അത് മുതൽ നല്ല സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഞാനൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കും. നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് വിജയിച്ചു പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ പോകുന്ന കുട്ടികൾക്ക് അവരുടെ താഴെ പാവപ്പെട്ടവരുടെ മക്കളെ കുറിച്ച് കൂടി ഒരു ചിന്ത മനസ്സിൽ വേണമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കലാലയങ്ങളിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഒരു ABVP-കാരൻ ഗുരുവായൂർ കലാലയത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ABVP-ക്കും അതല്ലെങ്കിൽ KSU-വിനും SFI-ക്കും ഒരുപോലെ കുട്ടികൾക്കിടയിൽ നിന്നുകൊണ്ട് അവന്റെ കുടുംബത്തിനും വീടിനും നാടിനും ഉപകാരിയായിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ അതിന് രാഷ്ട്രീയ പാർട്ടി ഭരണകൂടം തയ്യാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നമ്മള് സമയത്തിന് പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ ചോദിച്ചോളൂ, റെഡിയാണ്. ഹലോ, ആരോടാ ചോദിക്കുന്നത്? ഒരാളോട് ചോദിച്ചാൽ നന്നായിരിക്കും. എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഇത് ഇപ്പോൾ പറഞ്ഞ എല്ലാ വികസനത്തിന്റെ ഫലങ്ങളും ചോർത്തിക്കളയുന്ന രീതിയിൽ കേരളത്തിലെ ലഹരി ഇതെല്ലാം ചോർത്തിക്കളയും. നമ്മുടെ മൂല്യ വ്യവസ്ഥയെ, നമ്മുടെ കുടുംബ വ്യവസ്ഥയെ, നമ്മുടെ പഠന അന്തരീക്ഷത്തെ, വിദ്യാഭ്യാസത്തെ ഒക്കെയും കലുഷിതമാക്കുന്ന ഇതിനെതിരെ നിങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്, രാജ്യത്തെ നയിക്കുന്ന ആളുകളാണ്. നിങ്ങൾ അതിന് കൃത്യമായ മറുപടി പറയണം. നമുക്ക് യുണൈറ്റഡ് ആയിട്ട് ഇതിനെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും കയ്യടികളോടെ തന്നെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. ഞാൻ ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം അവസാനിപ്പിക്കല്ലേ? ഞാൻ ശോഭാ സുരേന്ദ്രൻ പറയുമ്പോഴേ വളരെ പൊളിറ്റിക്സ് കൊണ്ടാണ് രസം പറയാം കേട്ടോ. വളരെ ഗംഭീരമായൊരു സ്റ്റേറ്റ്മെന്റ് വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. കേരളത്തിന്റെ അംബാസിഡറായി O രാജഗോപാലായിരുന്നു എന്നാണ്. അതിനുശേഷം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. ഞാൻ യോജിക്കാണ്. ഞങ്ങൾ യോജിക്കാണ്. രണ്ടാമതൊരു കാര്യം, കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി ഊർജ്ജസ്വലനാണെന്ന് കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി സമ്മതിച്ചു. ഒരു മീറ്റിംഗിൽ പോലും ടൂറിസം വകുപ്പ് മന്ത്രി കേരളത്തിലെ ടൂറിസത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ഓൺലൈൻ മീറ്റിംഗിൽ പോലും പങ്കെടുത്തിട്ടില്ല. പിന്നെ എന്ത് ടൂറിസം മന്ത്രിയാണ്? ചേട്ടൻ പറയുന്ന ഈ പോയിന്റ് ഞാൻ ഈ ചർച്ചയുടെ മധ്യത്തിൽ പറഞ്ഞാണ്. നമുക്ക് ഈ പല വിഷയത്തിലും ഇപ്പൊ കടന്നു പോകുന്ന ഈ എന്താ പറയാ ഈ രീതിയിലെ അതിന് പുറത്തിറക്കാൻ വലിയ പാടാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അപ്പോഴും കേരളത്തിന് മുന്നോട്ട് പോകണമല്ലോ. അതിലെവിടെയൊക്കെ സമവായം സാധ്യമാണെന്നുള്ള സംസാരം നമ്മൾ നടത്തിയത്. ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള MLA തന്നെ പറഞ്ഞത് ഗവൺമെന്റിന്റെ പണി തന്നെ ലഹരിക്കടത്താണ് എന്നാണ്, സ്മഗ്ലിംഗ് ആണ് എന്നാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടും ആ മനുഷ്യനെ ഒന്ന് പിടിച്ച് ഇല്ലാത്ത കാര്യം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ പോലീസില്ല കേരളത്തിൽ. അതിനർത്ഥം എന്താണ്? കേരളം തകർക്കപ്പെടുകയാണ്. ആ കേരളം തകർക്കപ്പെടുന്നതിന് അറുതി വരുത്താൻ ഭരണകൂടത്തിന് സാധിക്കുമോ? ഞങ്ങൾ സാധിക്കുമോ? ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുമോ? കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്താൻ സാധിക്കുമോ? ലഹരിയില്ലാത്ത കേരളത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? ശോഭ ശ്രദ്ധിച്ചാണ്, നിറയെ കണക്കായിട്ട് വന്നത്. നല്ല കണക്കാണ്. പക്ഷേ പ്രശ്നം എന്നറിയാമോ? ഇപ്പൊ കേരളം ശരിയാണ്. ഞാൻ പറയട്ടെ, ശോഭ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ BJP നേരിടുന്ന പ്രശ്നം ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന പൈസ ഇതുപോലെ കണക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ശോഭയുടെ കയ്യിൽ കണക്കുണ്ട് എന്നുള്ളതാണ് ശോഭയുടെ ആ പാർട്ടിക്കകത്ത് അയോഗ്യത. ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന പിണറായി വിജയന്റെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുണ്ട്, പിടിക്കണ്ടേ? ഇതിലെ പ്രശ്നം നമ്മൾ കറന്റ് പല ടോപ്പിക്കിലും പോയ പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? BJPക്ക് വേണ്ടതാണെന്ന് BJPയുടെ ഒരു ഓഫീസ് സെക്രട്ടറി സ്ഥിരീകരിക്കുകയാണ്. അത് ഗുരുതരമായ സാഹചര്യമല്ലേ? ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പാടാണ്. പക്ഷേ ഒറ്റ കേസ് അപ്പൊ നമുക്ക്
അല്ല ഇവിടെ വന്ന അല്ല നമുക്ക് സംസാരിക്കാൻ സതീശന്റെ പിന്നിൽ ആരാണ്? ആരാണ്? BJP-യുടെ ഒരു സെക്രട്ടറിയെ വില കൊടുത്ത് വാങ്ങിയത് റഹീമിന്റെ കൂട്ടുകാരനാണ്. AC മൊയ്തീൻ വരെ അതിൽ പങ്കുണ്ടാവും. കാര്യങ്ങൾ ഇപ്പൊ വഴി പോലെ പുറത്തു വരും. പക്ഷേ വേറെ പല വർത്തമാനങ്ങളും കേൾക്കുന്നത് താങ്കളും കേട്ടിട്ടുണ്ടാവില്ലേ? കേരളത്തിന്റെ ഭാവി കള്ളന്മാരെ പിടിക്കുക, തെറ്റ് ചെയ്തവരെ പിടിക്കുക, അഴിമതിക്കാരെ പിടിക്കുക, സത്യസന്ധമായി ജനങ്ങളോട് കാര്യങ്ങൾ ഒരു സെക്കൻഡ് അവസാനിപ്പിക്കുകയാണ്. അവസാനിക്കുമ്പോൾ ഒരു കാര്യം പറയാം. ചില ഇടത്തെങ്കിലും നമ്മൾ ചില സമവായം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സഹവർത്തിത്തോടെ തുടരുക എന്ന കേരളത്തെക്കുറിച്ച് പറഞ്ഞു. ലഹരിയുടെ കാര്യത്തിൽ ലഹരിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെന്താ, ഏത് സമയത്ത് ഒരു പ്രളയത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് പോസിറ്റീവ് നോട്ട്സ് ഉണ്ട്. തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അവസാനം അടിച്ചു മാത്രമാണ് പിരിയെന്ന് വിചാരിക്കരുത്. പക്ഷെ ഒരൊറ്റ ചോദ്യം കൺക്ലൂഡിംഗ് ആയിട്ട് ചോദിക്കുകയാണ്. നാളെ കേരളത്തിന്റെ ഒരു പൊതുവായ ആവശ്യം വന്നാൽ ശ്രീ റഹീം MP ആണ്, ശ്രീ ലിജു പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ്, ശ്രീമതി ശോഭാ സുരേന്ദ്രനും അതെ. ഒരു ട്രെയിനിൽ, ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറി ഡൽഹി പോയി കേരളത്തിന്റെ ആവശ്യം ഞങ്ങൾ വെക്കും എന്ന് പറയുമോ? പറയും. ഞാനുണ്ടാവും. പറയും. ഓക്കെ, ഈ പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ 3 പേർക്കും വളരെ നന്ദി.